എടാ നിന്റെ പേര് എനിക്ക് വലിയ സ്ക്രീനിൽ മേക്കപ്പ് എന്ന് കാണണം കേട്ടോ. സ്ക്രിപ്റ്റ് വായിച്ചായിരുന്നു, ഞാൻ പറഞ്ഞില്ല. സ്ക്രിപ്റ്റ് വായിച്ചിട്ട് എൻ്റെ പടം ചെയ്താൽ മതി. അപ്പം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എങ്ങനെ സ്വാമി ഇങ്ങനെ സംഭവം. ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ. വെറുതെ കൈയും കെട്ടി ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയല്ല ഈ എമ്പുരാൻ. കോശിയിലേക്കും എത്തുന്നത് എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കിങ് ഫിഷ് എന്ന് പറഞ്ഞ പടത്തിലാണ് ഇൻഡിപെൻഡൻ്റ് ആകുന്നത്. ബാക്കിയുള്ളതെല്ലാം ക്യാരക്ടർ ലുക്ക് അങ്ങനെ ഓരോ ആൾക്കാർക്ക് വേണ്ടി വർക്ക് ചെയ്യുകയും അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കിങ് ഫിഷ് എന്ന് പറഞ്ഞ പടം, എനിക്ക് മഹാദേവൻ തമ്പി എന്ന് പറഞ്ഞ ക്യാമറമാനുണ്ട്, ഞങ്ങൾ പയ്യൻസിൽ ഒന്നിച്ച് വർക്ക് ചെയ്തത്. അപ്പോൾ പുള്ളിയുടെ ഒത്തിരി ഷോർട്ട് ഫിലിം, അതോടൊപ്പം തന്നെ ആൽബംസ്, അതോടൊപ്പം തന്നെ ഫോട്ടോഷൂട്ടിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഹെയറും മേക്കപ്പും ചെയ്യുമെന്ന് പുള്ളിക്കറിയാം. പുള്ളി അനുവേട്ടനോട് പറഞ്ഞു, അനുവേട്ടനാണ് ഡയറക്ടറും നായകനും, അനുവേട്ട ഒരു പയ്യനുണ്ട് കേട്ടോ, അവന് മേക്കപ്പും ഹെയർ ചെയ്യും, അവന് കാർഡൊന്നുമില്ല, പക്ഷേ അവന് നല്ലതാണ് കേട്ടോ എന്ന് പറഞ്ഞു. അനുവേട്ടാ അവന് വർക്ക് കൊടുക്കുക, അവനെ പോലുള്ള ആൾക്കാരൊക്കെ വളർന്നു വരട്ടെ എന്ന് പറഞ്ഞ്. അപ്പം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എങ്ങനെ സ്വാമി ഇങ്ങനെ സംഭവം. ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ, ഞാൻ ഒരു ഇൻഡിപെൻഡൻ്റ് ഒരു പടമൊന്നും ചെയ്തിട്ടില്ല. അല്ല പറഞ്ഞു നിങ്ങൾ വന്നേ പറ്റത്തുള്ളൂ കേട്ടോ വരണം എന്ന് പറഞ്ഞിട്ട് ഞാനതങ്ങ് വിട്ട്. 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും പുള്ളി വിളിച്ചു, എടാ നീ നാളെ കയറണം കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് കാർഡൊന്നുമില്ല, എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ വൈഫ് അടുത്തിരുന്ന് പറയണേ, എടാ നിൻ്റെ പേര് എനിക്ക് വലിയ സ്ക്രീനിൽ മേക്കപ്പ് എന്ന് കാണണം കേട്ടോ, നീ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ ചെല്ലുന്നു. അവിടെ രഞ്ജിത്ത് സാറുണ്ടായിരുന്നു ആ പടത്തിൽ. രഞ്ജിത്ത് സാറിൻ്റെ ഒരു ചെറിയ, അതായത് ഒരു 45 വയസ്സ് മുതൽ ഒരു 65 വയസ്സിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരുന്നു. അത് ഞാൻ ചെയ്തു കൊടുത്തു. സാറാണ് ശരിക്കും സച്ചേട്ടനോട് പറയുന്നത് ഇങ്ങനൊരു പയ്യനുണ്ട്, അവൻ ഈ പടം കൊടുക്കാം, അവൻ്റെ മേക്കപ്പ് അവൻ ചെയ്യട്ടെ എന്ന്. അങ്ങനെ ആ സിനിമയിൽ സച്ചേട്ടൻ എന്നെ വിളിക്കുകയും വാതുക്കെ എന്നെ വിളിച്ചു പറഞ്ഞിട്ട് സച്ചേട്ടനെ വിളിച്ചു. സച്ചേട്ടനാന്ന് എനിക്കറിയില്ല. ഞാനിതിനെ വിളിച്ച് സാറേ നമസ്കാരം സ്വാമിയാണ്. സ്വാമി പറ. അപ്പോൾ ഞാൻ പറഞ്ഞു അതേ വാതുക്കെ പറഞ്ഞിട്ട് വിളിക്കുകയാണേ. പറഞ്ഞു എവിടെ സ്വാമി? ഞാൻ പറഞ്ഞു സാറേ ഞാനിപ്പോൾ ഒരു വർക്കിൽ നിന്നുകൊണ്ടിരിക്കുക. കുഴപ്പമില്ല, ആ വർക്ക് കഴിഞ്ഞിട്ട് നീ എന്നെ വിളിച്ചാൽ മതി. ഞാൻ രണ്ടാമത് വിളിച്ചു, വർക്ക് കഴിഞ്ഞ് വിളിച്ചു. നീ ഇവിടെ? ഞാൻ പറഞ്ഞു തൃപ്പൂണിത്തറയായി. അവിടുന്ന് നേരെ കാക്കനാട് കിടക്കുന്ന വഴി പറഞ്ഞു. അതിനിടയ്ക്ക് വരുമ്പോഴത്തേക്കിന് ഒരു ഇന്ന സ്ഥലമുണ്ട്, ആ സ്ഥലത്തിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിലേക്കുള്ള വഴിയെ പച്ച മതിൽ കാണും. ആ മതിൽ എൻഡ് ചെയ്യുന്നിടത്ത് ഒട്ടൊരു വഴിയുണ്ട്, ആ വഴിയെ പോകരുത്. അതിന് തൊട്ടടുത്തുള്ള വഴിയെ ഇറങ്ങി നേരെ കാണുന്നത് എൻ്റെ വീട്. പുള്ളി പിന്നെ ഫോൺ എടുത്തിട്ടില്ല. അപ്പോൾ ഞാനവിടെ ചെന്ന് ഇങ്ങനെ ആ കറക്റ്റ് പറഞ്ഞ വഴിയിൽ ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും ജയൻ നമ്പ്യാർ, എൻ്റെ അസോസിയേറ്റ് ബിലായത്ത് ബുദ്ധയുടെ ഡയറക്ടർ. അദ്ദേഹം സ്വാമി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്വാമി സ്ക്രിപ്റ്റ് വായിച്ചായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പുള്ളിക്ക് നമ്മൾ കാണുമ്പം ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ്, പക്ഷേ എന്നെ ഒരു 10, 30, 40 വർഷം പരിചയമുള്ള ഒരാളിനെ പോലെ എന്നെ സ്ക്രിപ്റ്റ് വായിച്ചായിരുന്നു. ഞാൻ പറഞ്ഞില്ല സ്ക്രിപ്റ്റ് വായിച്ചിട്ട് എൻ്റെ പടം ചെയ്താൽ മതി. ഞാൻ പറഞ്ഞ് ശരി സാറേ, എൻ്റെ മുടി ഒന്ന് വെട്ടിത്തരാം. അപ്പം എൻ്റെ മുടി ഒന്ന് വെട്ടിത്തരാമെന്ന് ചോദിച്ചപ്പോഴത്തേക്കിന് ഞാൻ പറഞ്ഞു എൻ്റെ എപ്പോഴും ടൂൾസ് ഉണ്ട്, കത്രികയും ചീപ്പൊക്കെ എപ്പോഴും കാണും. അപ്പം വരാമെന്ന് പറഞ്ഞു. അപ്പം ടൂൾസ് എടുത്തുകൊണ്ട് പോയി പുള്ളി മുടിയൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ പുള്ളി മുടി വെട്ടാനായിട്ട് നോക്കുന്നു. നീ അടിക്കോ? ഞാൻ പറഞ്ഞു ഞാൻ ചെറുതായിട്ട് അല്ല നീ അടിക്കോ? അടിക്കുമോ ഇല്ലയോ? വല്ലപ്പോഴും എന്നൊക്കെ ചുമ്മാ പറഞ്ഞു. അത് അവനൊരു ബുക്ക് കൊടുക്കും. പറഞ്ഞു വേണ്ട സാറേ, ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പുള്ളി കഥ പറയാൻ തുടങ്ങി. അയ്യപ്പൻ നായർ ഒരു 2 വർഷം കൂടെ ഉള്ളൂ റിട്ടയർഡ് ആവാൻ. സോൾട്ട് പേപ്പർ ലുക്ക്. നായർക്ക് ആദിവാസി സ്ത്രീയിലുണ്ടായ മകൻ. അതിൻ്റെ രാഷ്ട്രീയം ഞാൻ പിന്നെ പറയാം. അപ്പനോടുള്ള ദേഷ്യത്തിൻ്റെ പുറത്താണ് നായർ എന്നൊരു കൂടെ തരുന്നത് അയ്യപ്പൻ നായർ റിട്ടയർഡ് ആകാൻ പോകുന്നു. കോശി കുര്യൻ മഹാമോഗ്രിയാണ്, റിട്ടയർഡ് ഹവിൽദാറാണ്. അദ്ദേഹം മദ്യക്കുപ്പികളുമായിട്ട് വരുന്ന സമയത്ത് ഇവർ പിടിക്കുന്നു. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രാഷാകുന്നു. ഇവർ തമ്മിലുള്ള ഈഗോ കൊറേഷയുടെ സിനിമ. അതുകൊണ്ട് ഇത് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് പടം ചെയ്താൽ മതി. പുള്ളി അത്ര കൃത്യമായിട്ടാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഞാൻ ആ സ്ക്രിപ്റ്റിനെ കൊണ്ട് 4 തവണ വായിച്ചു. ഞാൻ ആ ക്യാരക്ടറിൻ്റെ ലുക്ക് ചെയ്യാൻ വേണ്ടി ഒരു 3-4 ദിവസം മുമ്പ് ഞാൻ അവിടെ ചെല്ലുന്നു. വട്ടപ്പാടിയിൽ അയ്യപ്പൻ നായർ, സൈഡും ബാക്കും പറ്റെ, സോൾട്ട് പേപ്പർ ലുക്ക്, മീശശാലം കൊമ്പം വേണം. ഇത് കോശി കുര്യൻ താടി വേണം. കുമാരൻ ക്ലീൻ ഷേവ്, പുറകോട്ട് ചെയ്യണം. അനുമോഹൻ സൈഡും ബാക്കും പറ്റെ, മുടി നന്നായിട്ട് ബാക്ക് സൈഡിലേക്ക് ചെയ്യണം. അനിൽ നെടുമങ്ങാട് ക്ലീൻ ഷേവ് ആയിരിക്കണം. സൈഡ് ശകലം നര വേണം, മുകളിൽ ശകലം നര വേണം. കുട്ടമണി കൃതാവ് ഇറക്കണം, മീശ ഇങ്ങനെ ആയിരിക്കണം. തലയിലൊരു നെറ്റിയിലൊരു കുറി വേണം, അതിലൊരു അതിൽ ഒരു ചന്ദനം വേണം, അതിലൊരു സിന്ദൂരം തൊട്ടേക്കാൻ. അത്ര ഡീറ്റെയിൽ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ.
നമ്മളങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് പുള്ളിയുടെ ആ ഒരു ഇത് ഞാനിപ്പോഴും നമുക്ക് ഈ സിനിമയോടൊക്കെ ഇഷ്ടം ഡയറക്ഷൻ ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ട് ഞാൻ ചേട്ടൻ എങ്ങനെ ഷോട്ട് ചെയ്യാൻ വരുന്നത് ഷോട്ടൊന്നും എനിക്കറിയത്തില്ല ഞാൻ ഒറ്റച്ചിരി അതൊക്കെ ചെയ്യാൻ നോക്കിക്കോളും പക്ഷേ ഒരു ഫ്രെയിമിൽ ആരെന്ത് ചെയ്യണമെന്ന് ഞാൻ പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അവിടെ തന്നെ പെട്ടെന്നാണ് പുള്ളി സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. അപ്പം പിന്നെ രഞ്ജിത് സാറിനോട് സംസാരിക്കുന്ന ഇതാണ് 307 താഴെയോടെ 290 IPS എന്ന് പറയുന്ന അങ്ങനെ ഒരു ഡയലോഗുണ്ട്. ആ ഡയലോഗ് അന്നേരം എഴുതിയത് അദ്ദേഹം. അതൊരു വലിയ അനുഭവമായിരുന്നു. നമുക്ക് ആ സിനിമ തന്നത് ഗംഭീര സന്തോഷമാണ്, അതിനേക്കാൾ ഗംഭീര ദുഃഖമാണ് ആ സിനിമ നമുക്ക് സമ്മാനിച്ചത്. അതിൽ 3 ആൾക്കാരും ഇന്നില്ല. ഒന്ന് ഡയറക്ടർ സച്ചിയാരൻ, അതോടൊപ്പം ആനന്ദ് നെടുമങ്ങാട്, പിന്നെ വിനൂബി തോമസ്. നമുക്കുള്ള ഇവർ 3 പേരും ഈ സിനിമയോട് പറഞ്ഞു. പക്ഷേ സിനിമ നല്ല സിനിമയായിരുന്നു. ആ സിനിമയുടെ പിൻബലത്തിലാണ് ഇന്ന് എനിക്കും വർക്കുകളൊക്കെ കിട്ടുകയും സിനിമ ഏതിൻ്റെ മേക്കപ്പ്മാനാണ് അയ്യപ്പനെ കൊച്ചിട്ട് അങ്ങനെ പല സിനിമകളും നമ്മൾ മേക്കപ്പിന് വിളിക്കുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ പറയുമ്പോൾ ആദ്യം പറയുന്ന സിനിമ അയ്യപ്പനെ കൊച്ചി. കാരണം ഞാൻ എല്ലാ സമയവും ഞാൻ സിനിമയിൽ വന്ന സമയത്താണെങ്കിലും എൻ്റെ തുടക്കം ഒരു പടം റിലീസാകുന്ന ഒരു പടം. ഫൈൻസ് തുടങ്ങി ടൂർണമെൻറ്റ് റിലീസായി, കിങ് ഫിഷ് തുടങ്ങി അയ്യപ്പനും കൊച്ചി റിലീസ്. അങ്ങനെ പണ്ട് മോഹൻലാലൊക്കെ ചെന്ന് മോഹൻലാൽ അഭിനയിച്ച പടം ഇറങ്ങിയിട്ടില്ല, പക്ഷേ രണ്ടാമത് ചെയ്ത പടമാണ് ശരിക്കും ഹിറ്റായത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. അതേപോലെയാണെന്നാണ്. അല്ല അതുപോലെ അല്ല, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളാണ് മോഹൻലാൽ. ഞങ്ങളുടെ നാട്ടിൽ സ്ഫടികം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിങ് വന്നു. ഈ ഷൂട്ടിങ് കാണാൻ വേണ്ടി മോഹൻലാൽ സിൽക്ക് സ്മിത ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി ക്ലാസ് കട്ട് ചെയ്ത് പോയി. പഠിപ്പിസ്റ്റുകളായിട്ടുള്ള പിള്ളേരുണ്ടല്ലോ, സാറേ ടീച്ചറെ ഇവനൊക്കെ ഇന്നുപോലെ ഈ ഷൂട്ടിങ് കാണാൻ വേണ്ടി പോയതാ, അതുകൊണ്ട് പിന്നെ ഇവർ ക്ലാസ്സിൽ കയറിയിട്ടില്ലെന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചു എവിടെ പോയതാ? ഞാൻ പറഞ്ഞു അമ്മാവനുമായിട്ട് പോയതാണ്. അമ്മാവനെ വിളിച്ച് ക്ലാസ്സിൽ കയറിയാൽ മതി. അമ്മാവനെ വിളിക്കാൻ ചെല്ലാൻ പറ്റും. അമ്മാവനുണ്ടാവുക അച്ഛനെ ചെറ എല്ലാവരും ഉണ്ടാവുക. അപ്പോൾ 2-3 ദിവസം അവിടെ നിന്ന് കറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ ഈ യൂണിയൻ പണിക്കാരുണ്ട്, അവർ പുള്ളി ചോദിച്ചാൽ എന്നെ പറ്റി ഇങ്ങനെ പോടാ കുഴപ്പമില്ല ഞാൻ വരാമെന്ന് പറഞ്ഞ് പുള്ളിയെ കൂടെ കൂട്ടപ്പനെന്ന് പറഞ്ഞൊരു പുള്ളി വാവാനോട് ചെയ്യും. വാവാനോട് അതുപോലത്തെ പൊടിയും ഒക്കെയാണ്. അപ്പം ഭയങ്കര കണ്ടു കഴിഞ്ഞൊരു ഭീകരൻ ലുക്ക്. അപ്പം പുള്ളി എന്നോട് വന്നിട്ട് ടീച്ചർ എന്നെ കണ്ടോണ്ട് പറഞ്ഞു നീ നേരെ ഹെഡ് മാസ്റ്റർ എടുത്തോട്ട്. ഹെഡ് മാസ്റ്റർ എടുക്കുക ചെന്നിട്ട് ചോദിച്ചു പറഞ്ഞു സാറേ അമ്മാവൻ. പുള്ളി എന്നെ കൂടെ കണ്ടോട്ട് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. അപ്പോൾ ഇവൻ്റെ പേരെന്നാന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഒഫീഷ്യൽ നെയിം അജി എന്നാണ്. അജി ഞാൻ ഒഫീഷ്യൽ നെയിം അതാണ്. പക്ഷേ ഞാൻ എന്നെ തന്നെ വിമൽ കുമാർ എന്ന് വിളിക്കുന്ന പോലെ അത് നമ്മൾ ഈ പ്രൊഫഷനിലേക്ക് വന്നപ്പോൾ നരസിംഹസ്വാമിയായി. അപ്പം പറഞ്ഞു എൻ്റെ പേര് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇവൻ്റെ അപ്പൻ്റെ പേരെന്താന്ന് ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് ചോദിക്കുക എൻ്റെ അപ്പൻ്റെ പേരെന്താ. പുള്ളി പെട്ടെന്ന് പിന്നെ വാനിഷായി പോകുമായിരുന്നു. അപ്പം അങ്ങനത്തെ അങ്ങനെ മോഹൻലാൽ സാറിനോട് കാണാൻ പോയി, ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. പിന്നെ ലാൽ സാറ് പഠിച്ച കോളേജിലാണ് പഠിച്ചത്, MG കോളേജിലാണ് പഠിച്ചത്. അത് ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ MG കോളേജിൽ അഡ്മിഷൻ കിട്ടി. മോഹൻലാൽ പഠിച്ച കോളേജാണെന്ന് പറഞ്ഞു. അവിടെ ചെന്നു. ഇപ്പം ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ പടത്തിലും നമുക്ക് ലാൽ സാറിന് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റി, കണ്ണപ്പ എന്ന് പറഞ്ഞ പടത്തിലും വർക്ക് ചെയ്യാൻ പറ്റി. അപ്പം ഞാൻ സാറിനോട് പറഞ്ഞു സാറേ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് ഭയങ്കര ശരി. ഞാൻ പറഞ്ഞു സാറേ എനിക്ക് ചില പേടിയുണ്ട് ടെൻഷനുണ്ട് സാറിന് വർക്ക് ചെയ്യുമ്പോഴത്തേക്കിന്. സ്വാമി പഴം കൊണ്ടുവന്നിട്ടുണ്ട് കഴിക്കാൻ, പുഴുകിയ പഴമൊക്കെ മേടിച്ചുകൊണ്ട് ഞങ്ങൾ കഴിയാൻ കൊണ്ടുവച്ചിരിക്കും. അത് ഞങ്ങളെ കഴിപ്പിച്ചിട്ടാണ് പുള്ളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഞാൻ ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ് നമ്മളുടെ മുന്നിൽ എങ്ങനെ നമ്മളെയൊക്കെ ഭയങ്കര സ്വാമി ഇപ്പോൾ ഒന്ന് കഴിച്ചോ പോലെ അല്ല. സാധാരണ ഇവിടെ ഒരു വേഷമൊക്കെ ചെയ്ത ആൾക്കാർ, ഞാനൊരു പുള്ളിക്കാരിയെ വിളിച്ച് ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്ത് ഞാൻ മേക്ക് ഓവർ ചെയ്ത് ഒരാളിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു എനിക്കൊരു കഥ പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മാനേജർ കേൾക്കണം കേട്ടോ. പറഞ്ഞു ഓക്കെ എനിക്ക് മാനേജർ കേട്ടിട്ട് കഥ കേൾക്കണ്ട, ചെയ്യുന്ന ആളാരാണ് അവരാണല്ലോ ഇത് ചെയ്യേണ്ടതുള്ളത്. എംപുരാനിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ പൊതുവെ നമ്മള് രാജേട്ടനെ കാണുമ്പോ ഒരു പെർഫെക്ഷനിസ്റ്റ് എന്നുള്ള ഒരു സാധനം നമുക്ക് തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ വർക്ക് വൈസ് വരുമ്പോ ആളെങ്ങനെയാണ്? സത്യം പറയാലോ എമ്പുരാനെ കുറിച്ച് ഒരു വാക്ക് പോലും പറയരുതെന്നാ പറഞ്ഞേക്കുന്നത്. എന്നെ വിട്ടു നമ്മള് എംപുരാൻ ഇറങ്ങുന്ന സമയത്ത് അല്ല അതല്ല. പക്ഷെ രാജേട്ടന്റെ എംപുരാനെ കുറിച്ച് നമുക്കറിയണ്ട. പൃഥ്വിരാജ് എന്നുള്ളൊരു രാജേട്ടൻ അടിപൊളി. ഞാൻ കണ്ടതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടറാണ് രാജ. ഭയങ്കര പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു ലെവല് മനുഷ്യൻ.
അതായത് എനിക്ക് ഈ എമ്പുരാൻ്റെ ഓരോ സീക്വൻസുകളും കാണുമ്പം നമുക്ക് ഈ ഡയറക്ഷനോട് ക്രൈസ് ഉള്ളതുകൊണ്ട് നമ്മളിത് ഇങ്ങനെ ശ്രദ്ധിക്കും. പക്ഷേ ഓരോ ഡീറ്റെയിലും പുള്ളി ശരിക്കും പറഞ്ഞാൽ നല്ല പഠനം നടത്തിയിട്ടുണ്ട്. വെറുതെ കൈയും കെട്ടി ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയല്ല ഈ എമ്പുരാൻ. അതുകൊണ്ട് അദ്ദേഹം നന്നായിട്ട് ഫ്രീ വർക്ക് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് ശരിക്കും അത് ഓരോ കാര്യങ്ങളും നമ്മൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ലെൻസിനെ കുറിച്ചും വളരെ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളെക്കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ടാണ്. എനിക്കിന്നത് വേണം, എനിക്കിന്നതാണ് ആവശ്യം, എൻ്റെ ആവശ്യം ഇന്നതാണ്, ഇന്നടത്ത് നിന്ന് ഇന്നത് വരെ ട്രോളിൽ പോകണം, ഇത്ര ഇതിൽ ചെയ്യണം, ഈ ലെൻസാണ് എനിക്ക് ഉപയോഗിക്കേണ്ടത്, അത് ഇന്നത് കൊണ്ടാണെന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയും. നമ്മളോടാണെങ്കിലും മേക്കപ്പിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മളോടും വന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് സംസാരിക്കുന്നത്. നമുക്കൊരു കൺഫ്യൂഷൻസും ഇല്ല ആ ഒരു കാര്യത്തിൽ. അതിൻ്റെ ഓരോ കാര്യങ്ങളും സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഇത് ഗംഭീര വർക്കായിരിക്കും മലയാളത്തിൽ. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പോലുള്ള ആൾക്കാർ വരുമ്പോഴാണല്ലോ മലയാള സിനിമയ്ക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. കാരണം അവരൊക്കെ ഒരു പ്രോജക്റ്റുമായിട്ട് വരുമ്പം ആർക്കും കൺഫ്യൂഷൻസ് ഇല്ല. ഇത് നന്നായിരിക്കും, ഇത് നല്ലതായിരിക്കും. അപ്പം പ്രത്യേകിച്ച് ലാൽ സാറിനെ പോലുള്ള ഒരാൾ, ലാൽ സാറിനെ നമ്മൾ എത്ര കണ്ടാലും മതിയാത്തൊരു മനുഷ്യനാണ് മമ്മൂക്ക, ലാലേട്ടൻ. അപ്പോൾ അവരുടെ പുതിയ അപ്ഡേഷൻസ് വരുമ്പോഴത്തേക്കിനും നമുക്കതൊരു ഭയങ്കര നമ്മുടെ സ്വകാര്യ അഹങ്കാരങ്ങളാണല്ലോ ഇവരെല്ലാം. രാജേട്ടൻ ഒരു രക്ഷയില്ല, പൊളി എന്ന് പറഞ്ഞാൽ പൊളിയാ. ഓക്കെ, സോ എനിക്ക് എൻ്റെ ഒരു ക്യൂരിയോസിറ്റിയാണ് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഫഹദ് ഫാസിലിനെ നമ്മൾ പൊതുവെ എല്ലാവരും ഒരു ഏജ് എത്തുന്ന സമയത്ത് ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. മുടിയൊക്കെ പോയി കഴിഞ്ഞാൽ, മുടി ഇല്ലെങ്കിലൊക്കെ പൊതുവെ ഈ അഭിനയിക്കാനുള്ള ബാധിക്കുന്നൊക്കെ. അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ലാത്ത, അതിലൊരു പ്രോബ്ലമേ ഇല്ലാത്ത ആളാണ് ഫഹദ് ഫാസിൽ എന്ന് പറയുമ്പോൾ. ആൾക്ക് റോള് സെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആൾ പേഴ്സണലി അതിനെങ്ങനെയാണ് എടുക്കുന്നത്? അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയെ സംബന്ധിച്ച് പുള്ളിയുടെ കണ്ണുകൾ അത് വേറെ ലെവലാ. പെർഫോം ചെയ്യുന്ന കാര്യങ്ങൾ വരുമ്പോഴത്തേക്കിനും പുള്ളി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കില്ല, നോക്കത്തില്ല. പെർഫോം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ പെർഫോമൻസിൽ വേറെ. പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഓരോ സിനിമകളും എടുത്ത് നോക്കിയാൽ അദ്ദേഹത്തിന് ഓരോ സിനിമകളിലെ ലുക്കുകൾ വ്യത്യസ്ത. ഞാൻ എടുത്തു പറയാനുണ്ടെങ്കിൽ ഇയ്യൂബിന്റെ പുസ്തകം കാണുന്ന പോലെ അല്ല നമ്മുടെ രംഗണ്ണെ കാണുമ്പോൾ. ഇയ്യൂബിന്റെ പുസ്തകത്തിനകത്തെ ആളല്ലല്ലോ, അലൂഷിയാണോ? അല്ല. രംഗണ്ണനെ കാണുമ്പോൾ രംഗണ്ണനെ പോലെയാണോ ശരിക്കും മഹേഷിന്റെ പ്രതികാരത്തിൽ? ആ മഹേഷിന്റെ പ്രതികാരത്തിലുള്ള ആളാണല്ലോ അന്നേ റസൂലിലും അല്ല. പിന്നെ 22 പിന്നെ ഇപ്പം പുഷ്പ 2 പുഷ്പയൊക്കെ കാണുമ്പം ഈ രംഗണ്ണനെ പോലെ അല്ലല്ലോ, ഡിഫറെന്റ് ആണ് പുള്ളിയുടെ പെർഫോമൻസും. അത് കുമ്പളിങ്ങി നൈറ്റ്സിനകത്തെ ആളാണോ ഇതിനകത്തുള്ളതെന്ന് തോന്നുന്നു. അപ്പം അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കാതെ പോകുന്നത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ അദ്ദേഹത്തിൻ്റെ ലുക്ക് എന്തുവാണെന്ന്. പക്ഷേ ആൾക്കാർ ഇപ്പോൾ ഏറ്റെടുത്ത ഒരു ലുക്ക് എന്ന് പറയുന്ന രംഗണ്ണയുടെ ലുക്ക്. അല്ല, അത് വേറെ കാര്യമുണ്ട്. അതൊരു നിമിത്തം, മീൻസ് അദ്ദേഹം നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നുകൊണ്ടല്ലേ. അല്ലെങ്കിൽ പക്ഷെ എന്നാൽ അത് തന്ന ഓപ്പർച്യൂണിറ്റിനെ രജിസ്റ്റർ ചെയ്യാന്ന് പറയുന്നത് ഓൺ യു. ഗുഡ്. അതെന്തായാലും ഭയങ്കര ഒരു അനുഭവമായിരുന്നു. മോനെ എന്ന് പറയുന്നത് അത് വലിയൊരു ഇതാണ്. പിന്നെ വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും അഹങ്കാരമില്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ ഏറ്റവും പോസിറ്റീവായിട്ട് ഞാൻ എപ്പോഴും അദ്ദേഹത്തോട് പറയും, പോസിറ്റീവായിട്ടാണ്. ഒരു വർക്കിന് വേണ്ടിയിട്ട് ഒരാൾ സീറ്റിൽ വന്നിരിക്കുന്നു, ഞാൻ വർക്ക് ചെയ്യാനിരിക്കുന്നു. ഈ വർക്ക് ചെയ്യുന്ന ആളുടെ ഒരു കോൺഫിഡൻസ് ഉണ്ട്, അവൻ ചെയ്താൽ നന്നാവും കേട്ടോ. ഞാൻ ചിലപ്പോൾ മൊത്തം കട്ട പുകയായിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുക, ഇത് ശരിയാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു സാധനം. പക്ഷേ പുള്ളി ഭയങ്കര കോൺഫിഡൻ്റാണ്, അത് റെഡിയാവും. പക്ഷേ എന്നാണെങ്കിലും അത് ചെയ്ത് വരുമ്പോൾ തെറ്റിയെന്ന് പറഞ്ഞാൽ എനിക്കറിയാം തെറ്റി, സംഭവം കയ്യിൽ നിന്ന് പോയിന്ന് മനസ്സിലായിരുന്നാലും പക്ഷേ ചെയ്ത് വരുമ്പോഴത്തേക്കിന് ആ ഫൈനലിൽ എത്തുമ്പോഴത്തേക്കിനും ഭയങ്കര പെർഫെക്ഷൻ ആയിരിക്കും. അതൊരു വലിയ ഗുണമായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, റെഡിയാവും. ചില കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാർ വന്നു കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ എത്ര നന്നായി ചെയ്താലും മൊത്തം കുളമായി പോവുകയും ചെയ്യും. സിനിമയിലെ നമ്മളിപ്പം നമ്മളുടെ മാനുവലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല, ചിലപ്പോൾ തെറ്റായ കുറവുകളുണ്ട്. പക്ഷേ എങ്കിലും ആ കുറവുകളെ എല്ലാം പരിഹരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാനുള്ള കുഴപ്പമില്ല സമയം നമുക്ക് അതങ്ങനെ ചെയ്യാം. ഇതുവരെ എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല, ഇന്ന് വരെ. ഞാൻ അതിനുള്ള ഒരു വഴി ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. പക്ഷെ എന്നാലും എന്നോട് ഇങ്ങനെ ഒരു പ്രാവശ്യം അയ്യൂബിൻ്റെ ദിവസം നടക്കുന്ന സമയത്ത് എൻ്റെ ഫോണിലെങ്ങ് കിട്ടാതായിപ്പോയി. പക്ഷെ അന്ന് കണ്ടിന്യൂറ്റി എന്തോ ചെറിയതുണ്ടായിരുന്നു, അതിനുവേണ്ടി വിളിച്ചിട്ട് എനിക്ക് എല്ലാം പറ്റും. ഞാൻ പിറ്റേ ദിവസം ഇല്ലത്. അപ്പോൾ അമ്മയിലോട്ട് ചോദിച്ചു,
ഇങ്ങനാണെന്നൊക്കെ ഞാൻ പറഞ്ഞത് ശരി സോറി സാർ അങ്ങനെ. പക്ഷെ എന്നിട്ട് എന്നോട് വഴക്ക് പറഞ്ഞിട്ടില്ല. അതൊരു വലിയ ഒരു ഇതാണല്ലോ, അത്ര വലിയ ആർട്ടിസ്റ്റ് അല്ലേ. അത് അല്ല ആർട്ടിസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ഈ അദ്ദേഹം വളർന്നു വന്ന രീതി എന്ന് വെച്ചാൽ കുഞ്ഞിലെ മുതൽ സിനിമയിലുള്ള അന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ പിന്നെ കൊണ്ടുവന്ന ആൾക്കാരാണ് മലയാളത്തിൽ ഇപ്പോഴും സൂപ്പർ സ്റ്റാറുകളായിട്ട് നിൽക്കുന്നത്. അതിപ്പോൾ ആരില്ല, പുള്ളി ഇപ്പം സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുക. ഇപ്പം കമലഹാസൻ പറഞ്ഞ പോലെ അത് ഈ കേരളത്തിൻ്റെ മാത്രം സ്റ്റാറല്ല, താൻ ഇന്ത്യൻ സ്റ്റാറാണ്. അതെന്തായാലും അതൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയതില്ല. അദ്ദേഹത്തിനോട് അത്രയും ക്യാരക്ടറുകൾ നമുക്ക് ചെയ്യാൻ കിട്ടിയത് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. അതൊരു വലിയൊരു ഭാഗ്യമായി തന്നെ ഞാൻ കരുതുന്നു. ഇനി ഡയറക്ടറിലേക്ക് പോവുകയാണ്, എങ്ങനെയാണ് ആ ജേർണി? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും നാടൻ പാട്ടുകൾ, പെർഫോമിങ് ആർട്ടിസ്റ്റ് ഇങ്ങനെയുള്ള മേഖലകളിലായിരുന്നു, ഡാൻസ് അങ്ങനെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഡയറക്ഷനോട് ചെറുപ്പം മുതലേ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. NN പിള്ളേരുടെ ഒരു നാടകം ഞങ്ങൾ സ്റ്റേജിൽ ഓണത്തിന് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുട്ടപ്പ സാറ് ചെയ്ത അവിടെ ഒരു നാടക ടീം ഉണ്ടായിരുന്നു, അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് സ്ഥിരം അപ്പൂപ്പനായിരുന്നു ഞാൻ. ദിക്ക് തെളിയണം, ദേശം തെളിയണം, ദേശത്താൽ അഞ്ചീശ്വരൻ തെളിയണം എന്ന് പറയുന്ന അതൊക്കെ ഇത് മറ്റേ വൈറ്റ് കളർ കൊറില്ല പൗഡറൊക്കെ തലയിലിട്ട് പ്രായമായ ആളായിട്ട് അങ്ങനെ അഭിനയിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഡയറക്ഷൻ ഭയങ്കര ഇഷ്ടമാണ്. ആ ഡയറക്ഷൻ ഇഷ്ടമായി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ ഇങ്ങനെ സിനിമകളിലേക്ക് കയറിയപ്പം എൻ്റെ ഡയറക്ടർ എന്ന് പറയുന്ന ആ ഒരു കുട്ടി ഇങ്ങനെ വളർന്നു ഓരോ സിനിമകളുടെയും പിന്നാമ്പുറങ്ങളിൽ നമ്മൾ നിന്ന് നോക്കി. അത് കഴിഞ്ഞിട്ട് ഓരോ കാര്യങ്ങളെക്കുറിച്ച് പല ഡയറക്ടേഴ്സിൻ്റെ കൂടെയും പല ക്യാമറമാൻ്റെ കൂടെയും പല അസോസിയേറ്റിൻ്റെ കൂടെയും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ പുതിയ അപ്ഡേഷനുകൾ പഠിച്ചു. 8 കഥ എഴുതി വെച്ചിട്ടുണ്ട്. അതിലൊരു കഥ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ സിനിമ ഡയറക്ഷനിലേക്ക് കടക്കും. അപ്പോൾ അതൊരു വലിയ ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. മേക്കപ്പ് ആർട്ടിസ്റ്റിൽ നിന്ന് ഇടയ്ക്ക് ഒരു ആക്ടർ എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു അനുഭവം കൂടെ ഒന്ന് പറയാം. ശരിക്കും യാദൃച്ഛികമായിട്ട് പയ്യൻസിനകത്ത് വെള്ളം അടിക്കുന്ന സീന്, അതോടൊപ്പം തന്നെ അങ്ങനെ ചെറിയ സാധനങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് വാല്യുവിനകത്ത് എനിക്ക് മുടി ഓടിക്കാനുള്ള ഒരു അവസരം ലിജോ ചേട്ടൻ തരുന്നത്. അത് കഴിഞ്ഞിട്ട് ഓ ബേബിയിൽ ദിലീഷേട്ടൻ്റെ അളിയനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അവസരം എനിക്ക് കിട്ടി. കുഴപ്പമില്ലായിരുന്നു. അത് OTT വന്നപ്പോൾ ആൾക്കാർ സമയം നന്നായിട്ടുണ്ട് കേട്ടോ, ഗംഭീരമായിട്ടുണ്ട്. ഞാനിങ്ങനെ ചോദിക്കുന്നത് അളിയനും ബേസിലും ഒക്കെ അന്ന് അവിടെ വന്ന ആ മരുമ്പിന് ബന്ധമില്ലാഞ്ഞിട്ടാണ്. അപ്പോൾ ഈ വാളിൻ്റെ അവകാശം എന്ന് പറഞ്ഞാൽ അളിയനും ബേസിലുവാ അല്ലേ അമ്മച്ചി എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം. കുഴപ്പമില്ല, അതെല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു പടത്തിൽ വിളിച്ചിട്ടുണ്ട്. എങ്ങനെ തീരുമെന്ന് അറിയത്തില്ല. ഈ പഞ്ചായത്തിൽ ഓരോ അരിയും ഞാൻ പറക്കെടുക്കും. രാമനായരുടെ വീട് മാത്രമേ ബാക്കിയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. താങ്ക് യു. എന്തായാലും മമ്മൂക്കിനെ സ്റ്റൈൽ ചെയ്യാന്നുള്ളതാണ് ഭയങ്കര ഒരു ആഗ്രഹമായിട്ട്. ഉറപ്പായിട്ടും ഞാൻ ദുൽഖറിനെ വർക്ക് ചെയ്തിട്ടുണ്ട് കമ്മട്ടിപ്പാടം എന്ന് പറഞ്ഞ പടത്തില്. പക്ഷെ മമ്മൂക്കയൊക്കെ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്ക ചെയ്യാത്ത സ്റ്റൈല് നമ്മൾ പിള്ളേർ സെറ്റ് ചിന്തിക്കുന്നില്ല, ആ മനുഷ്യനത് ചെയ്യുമെന്നുള്ളതാണ്. എല്ലാത്തിലും അപ്ഡേറ്റ് എന്തായാലും. കാരണം എന്ന് വെച്ചാൽ ഈ ആക്ടർ എന്ന നിലയിൽ ഞാൻ ഇപ്പോഴും കാണുന്ന ഒരു സാധനം, ഞാനിപ്പോൾ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എടുത്തു പറയാണ്, ഒരു സിനിമയ്ക്ക് വേണ്ടി ആ കഥാപാത്രത്തെ എങ്ങനെ വേണോ അതിനനുസരിച്ച് അതിൻ്റെ ബോഡി ലാംഗ്വേജ്, ഡയലോഗ് ഡെലിവറി, അതോടൊപ്പം തന്നെ ലുക്കിലൊക്കെ ഞാൻ ഇത്രയും ലുക്കൊന്നും ഒരാൾ മലയാളത്തിൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇന്ത്യയെ പോലും അത്രയും ഇല്ല എന്ന് തോന്നുന്നു. മമ്മൂക്കയാണ് എനിക്ക്. അപ്പം അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലല്ലേ. പക്ഷെ ഒരു പേടിയുണ്ട്. കാരണം നമ്മളെ പോലൊക്കെയുള്ള വളർന്നു വരുന്ന ആൾക്കാർക്ക് ചെയ്ത് എന്തെങ്കിലും പാകപ്പിഴ പറ്റിയെങ്കിലോ അല്ല എളിമയുടെ അല്ല അതല്ല നമ്മൾ പറയാം. നമുക്ക് അത്രയും ആൾക്കാർ വലിയ ആർട്ടിസ്റ്റുകൾ നമുക്ക് ടെൻഷനാണ്. എന്തെങ്കിലും ഒരു പാകപ്പിഴ പറ്റിയെങ്കിൽ പോയില്ലേ. റെഫറൻസ് കൊടുത്താൽ പോരെ? അല്ല റെഫറൻസ് കൊടുത്താൽ മതി. എങ്ങനെ അല്ല അതൊക്കെ ദൈവം ഒരു പിന്നെ ഞാൻ വിജയ് സേതുപതിക്ക് വർക്ക് ചെയ്തപ്പോഴും ഇതുപോലെ ഒരു ടെൻഷനായിരുന്നു. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ല മനുഷ്യൻ. ഞാൻ ചോദിക്കാനിരിക്കായിരുന്നു, ഹൗ ഈസ് ഹി ആസ് എ പേഴ്സൺ? നമുക്കില്ലേ ആള് പറയണത് ഇങ്ങനെ കേട്ടോ, ബിക്കോസ് നമ്മളുടെ ഇടയിൽ ഒരാൾ നിന്ന് സംസാരിക്കണ പോലെയാണ്. ഒരു ദിവസം ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളെ പുള്ളിയുടെ വണ്ടിയിൽ തന്നെ പുള്ളി ഡ്രൈവ് ചെയ്ത് പോവാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും அந்த இடம் பார்த்தாச்சா? பார்த்து அந்த இடத்துல 92 இங்கே 90-92 இந்த தட்டுக்கடை அவட செர்வன்ட் இருக்கு. அந்த 600 സാലറി. അത് പുള്ളി ഭയങ്കര സിമ്പിളാണ്, ഹമ്പിളാണ്. എന്നെ വേണം, ഉനക്ക് എന്നെ വേണം, മേക്കപ്പ് ആള് എല്ലാം എന്നെ വേണം. വർക്ക് ചെയ്തോണ്ടിരിക്കും. നിങ്ങൾ എത്ര വർഷമായി ഇത് ചെയ്തിട്ടെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ് വന്ന് ഒരു 20 വർഷം അയച്ചത്. 20 വർഷമാ
2 ദശാബ്ദം നമ്മൾ പോലെ അത് നമുക്ക് ആ ഒരു നമ്മുടെ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് പലപ്പോഴും ഗുണം ചെയ്തിട്ടുണ്ട്. ചില ഭാഗത്ത് തെറ്റിപ്പോകുന്നു എന്ന് കേൾക്കുമ്പോൾ ദൈവത്തമ്പുരാൻ നമ്മളെ ഉയർത്തേക്ക് കൊണ്ടുവരുന്നു. അതൊരു വലിയൊരു അനുഗ്രഹമാണ്. അപ്പൊ എന്തായാലും മമ്മൂക്കേനെ സ്റ്റൈൽ ചെയ്ത് പുതിയ പടമൊക്കെ ഇറങ്ങിയിട്ട് ഫിലിം കാസറ്റിന്റെ നെക്സ്റ്റ് ഒരു ഇന്റർവ്യൂല് വി വിൽ മീറ്റ് അഗൈൻ. സോ ഒരുപാട് സന്തോഷം. ഇനി കൈ ഒന്നും കൂടെ പുറത്തോട്ട് തന്നു. ഉറപ്പായിട്ടും എന്തായാലും എനിക്ക് നിങ്ങളുടെ ഈ ചാനലിന് വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് തോന്നുന്നു ഫസ്റ്റ് ഇന്റർവ്യൂ ആയിരുന്നു എൻ്റെ. അപ്പോൾ അത് എന്തായാലും വലിയ എന്നേക്കാൾ വലിയ ആൾക്കാരെ ഒക്കെ എന്തായാലും തിരിച്ച് നിങ്ങൾക്ക് ഇന്റർവ്യൂ ചെയ്യാൻ ഭാഗ്യം ഉണ്ടാകട്ടെ. ഈ ചാനലിൽ എല്ലാ ഭാവങ്ങളും തരുന്നു. ഓൾ ദി ബെസ്റ്റ്. നരസിംഹസ്വാമി. ഗുഡ് ബൈ. നീതു കൃഷ്ണ സൈനിങ് ഓഫ്. ബൈ.